ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റ് ഓഫ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എയ്സെല്ലിൽ വന്നിരിക്കുന്ന വാക്കൻസികളെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. AI എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിലാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്നീ തസ്തികയിലേക്കാണ്. പരസ്യ നമ്പർ ഞാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമായിട്ടായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത്. ഇനി വാക്കൻസികൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ്ങിൽ ഡൽഹിയിൽ 24 വാക്കൻസി, മുംബൈയിൽ 22, കൊൽക്കത്ത 3 വാക്കൻസി, ഹൈദരാബാദ് 3 വാക്കൻസി, നാഗ്പൂരിൽ 7 വാക്കൻസി, തിരുവനന്തപുരം 15 വാക്കൻസി, ടോട്ടൽ 74 പോസ്റ്റുകളാണ് ഉള്ളത്. ഇനി അസിസ്റ്റന്റ് സൂപ്പർവൈസർ വാക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ 87, മുംബൈയിൽ 70, കൊൽക്കത്ത 12, ഹൈദരാബാദ് 10, നാഗ്പൂർ 10, തിരുവനന്തപുരത്ത് 20 എണ്ണാണ് ഉള്ളത്. ടോട്ടൽ 209 പോസ്റ്റുകളാണ് ഒഴിവായിട്ടുള്ളത്. സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിക്ക് വരുന്ന സ്റ്റൈപ്പൻഡ് ആയിട്ട് 40,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഇൻക്രീസിങ് ഉണ്ടായിരിക്കും. അത് അസസ്മെന്റ് ലെവൽ എക്സാമിനേഷനിലുള്ള പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. ഏകദേശം 59,000 മുതലായിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി അസിസ്റ്റന്റ് സൂപ്പർവൈസറിലോട്ട് നോക്കുകയാണെങ്കിൽ 27,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. ഇനി ഏജ് ലിമിറ്റ് വന്നിട്ട് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിക്ക് ജനറൽ കാറ്റഗറിക്ക് പറഞ്ഞിരിക്കുന്നത് 28 വയസ്സ് വരെയാണ്. OBC കാറ്റഗറി 31 വയസ്സ് വരെയും, SC/ST കാറ്റഗറിയിൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അസിസ്റ്റന്റ് സൂപ്പർവൈസർ പോസ്റ്റിലോട്ട് ജനറൽ കാറ്റഗറിയിൽ വരുന്നത് 35 വയസ്സ് വരെയും, OBC കാറ്റഗറിക്ക് 38 വയസ്സ് വരെയും, SC/ST ഉള്ളവർക്ക് 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് ആസ് പെർ റൂൾസ് അവൈലബിൾ ആയിരിക്കും. ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് വേണ്ട. ക്വാളിഫിക്കേഷൻ BE, BTech ഡിഗ്രിയാണ്. എയറോനോട്ടിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രിയൽ, പ്രൊഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിലും കാണാൻ സാധിക്കും. അസിസ്റ്റന്റ് സൂപ്പർവൈസർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ തന്നെയാണ്. BSc, BCom, BA ഏതും ആകാം. അല്ലെങ്കിൽ ഇതിനോട് തുല്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കമ്പ്യൂട്ടറിൽ പാസ്സായിരിക്കണം. 1 ഇയർ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ മിനിമം 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡേറ്റ എൻട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവയാണ്. കൂടാതെ തന്നെ BCA, BSc, CS, ഗ്രാജുവേറ്റ് ഇൻ IT, CS അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഇൻ ഡേറ്റ എൻട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഗ്രാജുവേറ്റ് ട്രെയിനിങ് എഞ്ചിനീയറിന് ഫീസിന്റെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇനി അസിസ്റ്റന്റ് സൂപ്പർവൈസറിന് ഇന്ത്യൻ റുപ്പീസ് 1000 രൂപയാണ് വരുന്നത് ജനറൽ, EWS ആൻഡ് OBC കാറ്റഗറിയിലോട്ട്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിലോട്ട് പേഴ്സണൽ ഇന്റർവ്യൂ കൂടാതെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് എന്നിവ മുഖേനയായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. അസിസ്റ്റന്റ് സൂപ്പർവൈസർക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് കൂടാതെ ഒരു മെഡിക്കൽ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സ്കിൽ ടെസ്റ്റിൽ MS വേർഡ്, MS എക്സൽ, MS പവർ പോയിന്റ് എന്നിവയിലുള്ള സ്കിൽസ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് പോസ്റ്റൽ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ്, കൊറിയർ വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപേക്ഷ ഫോം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഫിൽ ചെയ്ത് അതിൻ്റെ കൂടെ വേണ്ട ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ടു ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ, AI എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, 2nd ഫ്ലോർ, CRA ബിൽഡിംഗ്, സഫ്ദർജംഗ് എയർപോർട്ട് കോംപ്ലക്സ്, ഓറോബിന്ദോ മാർഗ്, ന്യൂഡൽഹി 110003 എന്ന വിലാസത്തിലോട്ടാണ് കൊറിയർ ചെയ്യേണ്ടത്. ഇനി അപേക്ഷകൾ അവസാനിക്കുന്ന ദിവസം ജനുവരി 15 തീയതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഫ്രണ്ട്സ്, ഫാമിലി എന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.